അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ചിക്കൻ പോള എങ്ങനെ റെഡിയാക്കാം. നമുക്കൊരു ഗസ്റ്റ് പെട്ടെന്ന് വരുന്നുണ്ട് അറിയുമ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ചിക്കൻ പോളയാണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിനായി ആവശ്യം, എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ഒരു പാൻ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ. വളരെ ചെറുതായി, നീളത്തിലല്ലാതെ ക്രോസായി കട്ട് ചെയ്തതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ശരിക്ക് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഇതിന് മുമ്പും ചിക്കൻ പോൾ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ ആദ്യമായിട്ട് 3 വലിയ ഉള്ളി ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ചേരുവകളെല്ലാം അതിലേക്കിട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മുടെ മസാലയിലേക്കൊക്കെ ഏകദേശം ഉള്ള ഉപ്പാണ് നമ്മൾ ചേർത്തി കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 പച്ചമുളക്, എരിവ് മീഡിയം സൈസ് എരിവുള്ള പച്ചമുളകാണ്. അതുപോലെ ഒരു തക്കാളി, അതുപോലെ പിന്നെ കറിവേപ്പില, ഇത്രയും ചേരുവകൾ. ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചത് എല്ലാം പാടെ ഞാനൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചേക്കാണ്. ഇതെല്ലാം പാടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ തക്കാളി ഇടണം നിർബന്ധമില്ല, പക്ഷേ തക്കാളി ഇട്ടാൽ നമുക്ക് ഒരു പ്രത്യേക രുചി തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് ഞാൻ ഇതിൽ അത് വാടി വരുമ്പോഴത്തേന് നമുക്ക് പിന്നെ മൈദ മാവ് മിക്സിയിലിട്ട് റെഡിയാക്കി വെക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു 3/4 കപ്പാണ് മൈദ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുക്കണം. മൊത്തത്തിൽ ഏകദേശം ഒരു കപ്പ് മൈദ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും അതുപോലെ ക്യാപ്സിക്കം വലിയുള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് വാടി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളത് നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മസാല ചേർത്തി കൊടുക്കാൻ പോവാണ്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ എന്നല്ല അത്രയും മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മസാലകളൊക്കെ വളരെ കുറച്ച് മതി. നമുക്ക് എരിവും പിന്നെ അതുപോലെ വളരെ ഇത്തിരി വലിയ ജീരകമാണ് കേട്ടോ. വളരെ ഇത്തിരി ഉള്ളൂ, ചെറുതായിട്ടൊരു രുചിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടി. എല്ലാ ഇതും നമ്മൾ ഈ എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഇതൊരു വാടി കിട്ടാനുള്ള പാകത്തെ എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നല്ലപോലെ എണ്ണ ഇങ്ങനെ മുങ്ങി നിൽക്കാനൊന്നും വേണ്ട കേട്ടോ. വളരെ കുറച്ച് മതി. നമ്മളിതിൽ മസാലയിലൊന്ന് വാട്ടാൻ വേണ്ട മസാലയാണ് നമുക്കിതിൽ വേണ്ടത്. ഇന്ന് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റിയതിന് ശേഷം വെറുതെ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസാലയുടെ കുത്ത് കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് മതി മസാല. കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവില്ല, കുറവായാൽ നമുക്കതിൻ്റെ ഒന്നും രുചിയും കിട്ടില്ല. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചിക്കൻ പോളയാണ് കേട്ടോ. പിന്നെ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇട്ടിട്ട് ഗരം മസാല പൊടി കുറവാൻ തോന്നിക്കൊണ്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിക്കണേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടുങ്ങാണ്ട് വേവിച്ച് വെച്ച ചിക്കനാണ്. അത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇത് അത്യാവശ്യം 300 ഗ്രാം അതിലേറെ അല്ലാതെ ഉണ്ടാവില്ല കേട്ടോ. അത്രയും ചിക്കനാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുത്തത്. അത് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതൊക്കെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ചിക്കൻ ഇട്ട് കൊടുത്താൽ അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ ചിക്കൻ പോളക്ക്. നമ്മൾ പിന്നെ ഇതിന് മുമ്പൊക്കെ നമ്മൾ ഇങ്ങനെ പത്തിരിയൊക്കെ പരത്തിയിട്ട് ചിക്കൻ പോള ഉണ്ടാക്കൽ, അതിലേറെ വളരെ പെട്ടെന്ന് സിമ്പിളായി എന്നാൽ അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഉപ്പ് കുറവാ തോന്നിയത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം പാടെ ഒന്നും കൂടി നല്ല പോലെ ആ എണ്ണയിലൊന്ന് മൂപ്പിച്ച് എടുക്കുക. നല്ലപോലെ മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ചൊന്ന് ചൂടാക്കി എടുക്കണം. എന്നാൽ ഇത് പെട്ടെന്ന് ഇനി പിന്നെ നമുക്ക് ആകെ 20 മിനിറ്റ് സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. അതൊന്ന് പിന്നെ റെഡിയായി കിട്ടണേ ഇതുള്ളൂ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയുമ്പോൾ നമുക്കൊരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സമയമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സ് നമ്മുടെ ഗസ്റ്റിന് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ വളരെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ
വാസന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം തോന്നും കേട്ടോ, കഴിക്കാൻ തോന്നും. അത്രയും നല്ല രുചിയുള്ള ഒരു വാസനയാണ്. അപ്പോൾ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നത് വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മല്ലിയിലൊക്കെ കൂടുതൽ, അതുപോലെ ഇതിലേക്ക് നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കിട്ടും പല സൈസ് ഇലകളുണ്ട്. ആ ഇലകളൊന്നും നമുക്ക് ഇവിടെ കിട്ടൂല. ആ ഇലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ ഈ മല്ലിയില ഇട്ട് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇനി ഇത് ദമ്മിലിടുമ്പോൾ നമ്മളിത് വേവിക്കാനായിട്ട് മാവിലൊക്കെ ഇട്ട് ഒരുപാട് സമയം സിമ്മിലിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ കഴുകി വെച്ച മല്ലിയിലയാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടുങ്ങാണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് നേരത്തെ ഇട്ട 1 കപ്പ് മൈദ മാവുണ്ടല്ലോ, അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചിക്കൻ പോളയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചെറിയതാണെങ്കിൽ 1 2 മുട്ടയൊക്കെ മതി. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുള്ള ഒരു ചിക്കൻ പോളയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3 മുട്ട കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലുള്ളൂ നമുക്ക് നല്ല പോലെ സെറ്റായി നല്ല കട്ടിയിൽ ഒരു പീസ് ഒരാൾക്ക് കഴിച്ചാൽ തന്നെ അത്യാവശ്യം കഴിച്ചൊന്നുണ്ടാവും. അത്രയും മസാലയും മാവും കൂടിയതാണ്. അപ്പോൾ ഒരു 3 മുട്ട ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ മാവിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ്, കാരണം നമ്മുടെ മസാലയിലേക്കുള്ള ഉപ്പ് നമ്മളിതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവിലേക്ക് മാത്രമുള്ള മസാല, ഇത് ഏകദേശം ഒരു 250 മൈദപ്പൊടിയുടെ അടുത്തുണ്ടാവും കേട്ടോ ഏകദേശം. ഇത് നല്ല പോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക്, നമുക്ക് ഈ മസാലയും എല്ലാം കൂടെ ഇട്ട് ഇളക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ അടിച്ചെടുത്ത മൈദയുടെ മാവുണ്ടല്ലോ, ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. നല്ല കട്ടിയുള്ള മാവായതുകൊണ്ട് നമുക്ക് സ്പൂൺ വെച്ച് ഒഴിച്ചാലൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് കൈ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിട്ടുള്ള മസാലകളുണ്ടല്ലോ, ഇതെല്ലാം കൂടി ഇതിലിട്ടിട്ട്, പിന്നെ ഞാൻ ഇതിന് മുമ്പ് ചെയ്തതാണ് ചിക്കൻ പോള. ഇതിപ്പോൾ ഞാൻ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് വീഡിയോ എടുത്തിടാമെന്ന് കരുതി. നമുക്കെല്ലാവർക്കും വളരെ എണ്ണ ചിലവ് കുറവിൽ പിന്നെ നല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ പോളയാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മസാലകളും ഈ മസാല അത്യാവശ്യമുണ്ട്, മാവും അത്യാവശ്യമുണ്ട് കേട്ടോ. അപ്പോഴുള്ളൂ നമുക്ക് ആ വിചാരിച്ച രീതിയിലുള്ള ചിക്കൻ പോള റെഡിയായി കിട്ടുള്ളൂ. മസാല നല്ലതുപോലെ ഇല്ലാതെ കൂടുതൽ മാവ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പോള ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ കൂടുതൽ മസാലയായിങ്ങാണ്ട് മാവ് കുറച്ചായാൽ നമ്മുടെ ചിക്കൻ പോള അപ്പോഴും റെഡി ആവില്ല. കാരണം അത് സെറ്റായിങ്ങാണ്ട് മാവ് അത്യാവശ്യം അതിൻ്റെ, അപ്പോൾ ഒരു കറക്റ്റ് അളവ് നമുക്ക് ഇതിന് ഏകദേശം ആയിരിക്കണം. എന്തായാലും നമ്മുടെ ഈ മസാല ഏകദേശം ഒരു 750 ഗ്രാം തൂക്കത്തിൻ്റെ അടുത്ത് പിന്നെ ഏകദേശം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു 250 ഗ്രാം മൈദയും 3 മുട്ടയൊക്കെ എടുത്ത്, പിന്നെ നമ്മൾ തീ കത്തിച്ചിട്ട് ഒരു പാന് ആദ്യം അടിയിൽ വെക്കുക. അതുകൊണ്ട് ആകെ എത്ര എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതുള്ളൂ. നമ്മൾ നേരെ മറിച്ച് ഒരു പിന്നെ സമൂസ അതുപോലെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എത്രങ്ങാനും എണ്ണയാണ് നമുക്ക് ആവശ്യം. ഇതിൽ മുങ്ങി പൊരിഞ്ഞ് വരണമല്ലോ. ഇതിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണയിൽ അടിപൊളി ടേസ്റ്റോടെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു പാന് വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ വേറൊരു പാനും കൂടി വെക്കുക. അപ്പോഴുള്ളൂ നമ്മുടെ ഈ സ്നാക്ക് പിന്നെ നല്ല പോലെ റെഡിയായി കിട്ടട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു മീഡിയം വളരെ സിമ്മാക്കി ഒന്ന് ചൂടായി നല്ല ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു സിമ്മിലിട്ട് കൊടുക്കുക, ഒരു മീഡിയം സിമ്മിൽ. വളരെ തീരെ കത്താത്ത സിമ്മാവും ചെയ്ത്, എന്നാൽ നല്ലപോലെ ആവും ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ സിമ്മിലിട്ടിട്ട് നമ്മൾ ഇത് എല്ലാം പോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. നല്ല അത്യാവശ്യം കട്ടിയുള്ള ചട്ടിയാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്മിലിട്ടാൽ ഒരു 20 മിനിറ്റ് ഇത് വേണം വേവായി കിട്ടാൻ കേട്ടോ. എന്നാലുള്ള ഉള്ളൊക്കെ വേവായി കിട്ടുക. നല്ല പോലെ മസാലയും മാവൊക്കെ ഉള്ള നല്ല കട്ടിയുള്ള ഒരു ചിക്കൻ പോളയാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം 20 മിനിറ്റ് നമ്മൾ എന്തായാലും 20 മിനിറ്റ് അല്ലെങ്കിൽ വേവിക്കണം. അപ്പോൾ ഏകദേശം കണ്ടോ ഈ പാന് നിറച്ച് തന്നെ ഉണ്ട്. ഇനി നമ്മളിത് മൂടി വെക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല പോലെ മൂടി വെച്ച് വളരെ സിമ്മിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല പോലെ നമ്മൾ ചൂടായാലാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ 20 മിനിറ്റിന് ശേഷം നമ്മൾ പിന്നെ ചിക്കൻ പോള നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. തിരിച്ചിട്ട് കൊടുത്താൽ നമ്മളൊരു 5 മിനിറ്റ് നേരം വെച്ചാൽ മതി, സിമ്മിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ തന്നെ റെഡിയായി കിട്ടും. നമ്മൾ ഉള്ളു വേവായിട്ടുണ്ടോ എന്ന് ഒരു ഈർക്കിളിയോ ഒരു പപ്പടക്കോലോ ഒക്കെ ഉണ്ട് കുത്തി നോക്കിയാൽ ഉള്ളു വേവായിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കറിയാൻ പറ്റും. ആ കോലിൽ പിടിച്ചിട്ടില്ല എങ്കിൽ അത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ പോള അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കത് കട്ട് ചെയ്ത് കാണിക്കാനൊന്നും സമയമില്ല, കാരണം എൻ്റെ ജ്യേഷ്ഠത്തിമാരാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞത്, അവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവരുടെ ഇടയിലൊന്നും അതിനൊന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ പോളയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ട് ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ
ഇൻഷാ അല്ലാ വീണ്ടും വരാം. ഇത് ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം കഴിച്ചു എന്നുണ്ടാവും കേട്ടോ. അസ്സലാമു അലൈക്കും.